ഇപ്പത്തെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഉള്ളവരൊക്കെ ജീവിക്കുന്നത് എത്ര വയസ്സ്? ഇപ്പൊ 40 കഴിഞ്ഞ അറ്റാക്കാ. 40ഉം 50ഉം 60ഉം. പണ്ട് 100ഉം 105ഉം വയസ്സ് വരെ ജീവിച്ചവരുണ്ടായിരുന്നു. ഇന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച 2 മാസം പ്രായമുള്ള ഒരു കുട്ടി, ഒരു ഉസ്താദിന്റെ കുഞ്ഞ, 2 വയസ്സല്ല 2 മാസമേ പ്രായമുള്ളൂ, അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. 2 വയസ്സടോ, 2 മാസം പ്രായമുള്ള കുട്ടിക്ക് അറ്റാക്ക്. കിടന്ന് പാല് കൊടുക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ, അല്ലേ? ഭാര്യമാർ ഒരു കാരണവശാലും നിങ്ങൾ സമ്മതിക്കരുത്. പെണ്ണുങ്ങളോട് പറയണം, പെണ്ണുങ്ങൾ കിടന്ന് പാല് കൊടുക്കുമടോ മക്കൾക്ക്, കിടന്നൊരിക്കലും പാല് കൊടുക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 മാസം പ്രായമുള്ള കുട്ടി മരിക്കാനുള്ള കാരണം കിടന്നുള്ള പാല് കൊടുപ്പാണ്. പെണ്ണുങ്ങൾ മടി കാണിച്ചുകൊണ്ട് കിടന്നുകൊണ്ട് പാല് കൊടുക്കും. നിനക്കറിയില്ലല്ലോ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്കുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ ഭാര്യയോട് എനിക്കറിയുന്ന ഒരുപാട് മരണം ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ഭാര്യ സുമയ്യ കടന്നുകൊണ്ടാണ് പാല് കൊടുക്കാറ്. രാത്രി കടന്നുകൊണ്ട് കൊടുക്കും. ഇവിടെ ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഒരിക്കൽ അവളിങ്ങനെ വീടിനകത്ത് കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു. അവളുടെ വായിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. അവൾ കിടക്കുകയാണ്. ഞാൻ വായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. വല്ലാതെ ബുദ്ധിമുട്ട്. എന്തായിക്ക, എന്നെ കൊല്ലാൻ നോക്കുവാണോ? എന്നോട് ചോദിച്ചു, എന്തായിക്ക എന്നെ കൊല്ലാൻ നോക്കുവാണോ? ഞാൻ ചോദിച്ചു, കാള പോലെ വളർന്നിരിക്കുന്ന നിനക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റണില്ല, പിന്നെ എൻ്റെ മോനെ നീ കൊല്ലുവല്ലേന്ന് വെച്ചു. ഉപദേശിച്ചാൽ ചിലപ്പോൾ കേൾക്കൂല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്ക്. നിന്റെ ഭാര്യ കിടന്ന് പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ അവളെ കിടത്തിയിട്ട് ഇത്തിരി ഒഴിച്ചു കൊടുത്തു വയ്ക്കുക. കുടിക്കുവോ? കുടിക്കൂല. അപ്പൊ ഈ കുഞ്ഞങ്ങനെ കുടിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കടന്ന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. പണ്ടുള്ള ഉമ്മമാര് പറയും കൊടുക്കരുതെന്ന്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് മടി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആ പാവപ്പെട്ട ഉസ്താദിന് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. നല്ല മക്കൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ വല്ലാതെ ഭയക്കണം. അള്ളാഹുവായ യതീമായ മക്കളുടെ ദുആ, ആ ഒരു ദുആ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആയുസ് വർദ്ധിപ്പിച്ചു കളഞ്ഞു. പണ്ടുള്ളവരൊക്കെ 100-105 വയസ്സ് വരെ ജീവിച്ചത് എങ്ങനെയാ? അവരെങ്ങനാടോ ഒരു മുത്തഅല്ലിമിനെ കണ്ടാൽ പിടിച്ചു വീട്ടിൽ കൊണ്ടുപോകും. പണ്ട് മുത്തഅല്ലിമീങ്ങളെ ഭക്ഷണം കൊടുക്കാൻ, എന്ത് പള്ളിയിലെ ഉസ്താദിന് ഭക്ഷണം കൊടുക്കാൻ എന്നാ തിരക്കെന്നറിയോ? പള്ളിയിലെ ഉസ്താദന്മാർക്കൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകും. മുത്തഅല്ലിമീങ്ങളെ കയ്യിൽ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും. ഇപ്പൊ പള്ളിയിലെ ഖത്തീബിന് 250 കൊടുത്തിട്ട് വേണമെങ്കിൽ കടയിൽ പോയി തിന്നോളാൻ പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അൽഹംദുലില്ലാ. ഇവിടെ പിന്നെ വീട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ അങ്ങനാടോ ഭക്ഷണം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരൊക്കെ പ്രായമാകുന്ന കാലം വരെ അവർ ജീവിച്ചടോ. നമ്മളോ ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്നതിനെ എടുത്തു നോക്കിയ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, എന്തെല്ലാം രോഗങ്ങളാണ് നമുക്ക്. അള്ളാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, ആയുസ് വർദ്ധിക്കും സദക്ക കൊടുത്താൽ. ആയുസ് വർദ്ധിക്കും സദക്ക കൊടുത്താൽ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സദക്ക കൊടുത്താ അല്ലാഹു ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ചരിത്രം വേണോ പെങ്ങള്? ശരീരത്ത് സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ട് ബാധ കേൾക്കാമെന്ന ഈ നാട്ടിലെ ഉമ്മമാരേ, ആയുസ് വർദ്ധിക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വരുന്നുണ്ട് നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വരുന്നുണ്ട് നബിയേ. യാത്ര പറയാൻ വരികയാണ്, യാത്രയ്ക്ക് പോകുകയാണ്. നബി തങ്ങളോട് യാത്ര പറയാൻ വരികയാണ്. ഇത് അവസാനത്തെ പോക്കാണ് നബിയേ, ഇനി വരില്ല നബിയേ, ഇനി വരില്ല നബിയേ, ഇത് അവസാന യാത്രയാണ്. അതുകൊണ്ട് നല്ലതുപോലെ യാത്രയാക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നു പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു നബിതങ്ങളുടെ മുമ്പിൽ വന്നു യാത്ര പറയാൻ. യാത്ര പറയുമ്പോ നബിതങ്ങളുടെ കണ്ണ് നനയുകയാണ്. പടച്ചവനെ, ഈ സഹാബി തിരിച്ചു വരില്ലല്ലോ, ഈ സഹാബി മരിക്കുകയാണല്ലോ. നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള സഹാബിയാ.
നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. തങ്ങൾ വാഹനത്തിലേക്ക് പോകുമ്പോ നബിതങ്ങൾ കൂടെ പോകുകയാ, നബിതങ്ങൾ കൂടെ പോകുകയാ. സുബ്ഹാനല്ലാഹ്. വാഹനത്തിൽ കേറാ സമയമാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനങ്ങ് കെട്ടിപ്പിടിക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പോലും ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്നെന്തു പറ്റി നബിയേ, ഇന്നെന്തു പറ്റി നബിയേ, എന്തു പ്രത്യേകതയാണ് നബിയേ, ഇതുപോലെ എന്നെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കിയിട്ടില്ലല്ലോ. നബി തങ്ങളുടെ മുഖമങ്ങ് വാടുകയാ, നബി തങ്ങളുടെ കണ്ണ് നനയുകയാണ്. ഈ സ്വഹാബി ഇനി തിരിച്ചു വരില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കെട്ടിപ്പിടിച്ച് യാത്രയാകുകയാണ്. സ്വഹാബി അവിടെ നിന്ന് യാത്രയായി. നബി തങ്ങളോട് കണ്ടു നിന്നവർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അവസാന യാത്ര പറയുന്നത് പോലെയുണ്ടല്ലോ നബിയേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞോ, ആഴ്ചകൾ കഴിഞ്ഞോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ അതാ കേറി വരുന്നു. ആരെന്നറിയോ? നബി തങ്ങളുടെ മുമ്പിലേക്ക് സ്വലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ആരാണ് കടന്നു വരുന്നതെന്നറിയോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ജിബ്രീൽ മരിക്കുമെന്ന് പറഞ്ഞ സഹാബി നബി തങ്ങളുടെ മുമ്പിലേക്ക് ആഴ്ചകൾ കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്ന് സലാം പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി തങ്ങൾക്ക് അത്ഭുതമായി. ജിബ്രീലാ വന്ന് പറഞ്ഞത് ഈ സഹാബി മരിക്കുമെന്ന്, പക്ഷെ ഇപ്പൊ ജീവനോടെ തിരിച്ചു വന്നു. എങ്ങനെയാണ് തിരിച്ചു വന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു എങ്ങനെ തിരിച്ചു വന്നു? എന്തു പറ്റി ജിബ്രീലേ? എന്താ സംഭവിച്ചത്? ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, നബിയെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവും സ്വഹാബത്തും അവിടെ നിന്ന് യാത്ര പോകുമ്പോൾ വല്ലാത്ത ക്ഷീണം. യാത്രയാണല്ലോ, വല്ലാത്ത ക്ഷീണം എല്ലാവർക്കും. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെ പോയവർ പറഞ്ഞു, തങ്ങളെ വല്ലാത്ത ക്ഷീണം, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കുമ്പോൾ ഭക്ഷണമുണ്ടാക്കാനുള്ള സാധനങ്ങൾ മുഴുവനുമായിട്ട് ചെന്ന് ഒരു ചെറിയൊരു കുടില് കണ്ട ആ വീടിന്റെ മുറ്റത്ത് ചെന്നു. ആ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു പ്രായമുള്ള ഉമ്മയെ കണ്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഉമ്മ, ഞങ്ങൾ നബിതങ്ങളുടെ സഹാബത്ത, ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് തരുമോ? സാധനം ഞങ്ങൾ തരാം. ഉമ്മ നേരെ വീടിനകത്ത് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭക്ഷണം വെച്ച് തരാം. സ്വഹാബികൾ കൊടുത്തു, എല്ലാവരും പോയി. അവസാനം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുഭിക്ഷമായ ഭക്ഷണം, കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ട് വെച്ചു കൊടുത്തു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. അപ്പൊ ഈ സഹാബികൾ പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട്, ആ പ്രായമുള്ള ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല. അവിടെ വേറെ ആരോ ഉണ്ട്, ആ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംശയം പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ മുമ്പിൽ ചെന്ന് സലാം പറഞ്ഞു. ആ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കൂല, ഈ വീടിനകത്ത് വേറെ ആരാ ഉള്ളേ? ആ ഉമ്മ പറഞ്ഞു, എനിക്ക് 2 യതീമായ പെൺമക്കളുണ്ട്, എനിക്ക് യതീമായ 2 പെൺകുട്ടികളുണ്ട്. അവരുടെ വാപ്പ മരണപ്പെട്ടു പോയി, വിവാഹപ്രായം കഴിഞ്ഞു. എൻ്റെ മക്കൾക്ക് അവരുടെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായം വരെ കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ പാവപ്പെട്ടവളാ. എൻ്റെ മക്കളാ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്ത അതിൻ്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അള്ളാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം തന്നാലോ, എൻ്റെ മക്കളാ ഈ ഭക്ഷണം ഉണ്ടാക്കി തന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. യതീമായ വിവാഹപ്രായം കഴിഞ്ഞ 2 മക്കൾ ഈ വീടിനകത്തുണ്ടെന്ന് കേട്ടപ്പോൾ സങ്കടമായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൺതടങ്ങൾ നിറഞ്ഞു. തൻ്റെ കൂടെ വന്നവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പെൺകുട്ടികൾക്ക് ആരാ ജീവിതം കൊടുക്കുന്നത്? ഞാൻ തരാം ആവശ്യമുള്ള സമ്പത്ത്. ഈ 2 യതീമായ മക്കൾ ആര് കല്യാണം കഴിക്കുന്നുണ്ടോ അവർക്ക് ആവശ്യമുള്ള ചോദിക്കുന്നത് ഞാൻ തരാം, എൻ്റെ അടുക്കലുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ യതീമായ മക്കളുടെ കല്യാണം നടത്തി കൊടുത്തു. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. ഈ രംഗം ഇങ്ങനെ നടക്കുമ്പോഴാ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത്. ആ യതീമായ 2 പെൺകുട്ടികൾ വീടിനകത്തിരുന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ച ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഒരൊറ്റ ദുആ.
ഈ യതീമായ 2 പെൺകുട്ടികൾ വീടിനകത്തിരുന്നിട്ട് അവർക്കൊരു വിവാഹ ജീവിതം കിട്ടിയപ്പോൾ അവർ അള്ളാഹിനോട് പറഞ്ഞു, ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. അള്ളാഹു വിളിച്ചു, അസ്റായിലെ തിരിച്ചു വന്നേരെ. അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി. ഇതാടോ സദക്ക. ഇപ്പാട് സ്വർണ്ണാഭരണമിട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങള്, വീടുണ്ട്, കാറുണ്ട്, ധരിക്കാനുണ്ട്, തിന്നാനുണ്ട്, അല്ലാഹു നിനക്കെല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ പെണ്ണിനൊരു പരാതിയേ ഉള്ളൂ, ഭർത്താവിന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി ഉസ്താദേ. അല്ലാഹുവിനെ പേടിയില്ലാത്തവനാ, നിസ്കരിക്കാത്തവനാ. പടച്ചവനെ, ഭർത്താവിനെ കുറിച്ച് ഭാര്യ വല്ലാതെ സങ്കടം പറയുകയാ. എന്റെ ചെറുപ്പക്കാരാ, കല്യാണം കഴിച്ചിട്ട് ഭാര്യമാരുടെ ഇടയിൽ കിടന്ന് കണ്ണുനീര് കുടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. ഉസ്താദേ, എന്റെ മക്കളെ ഓർത്തിട്ടാണ്, ഇല്ലെങ്കിൽ എന്നേ ഞാൻ എല്ലാ തീർത്തേന് എന്ന് സങ്കടത്തോടു കൂടി പറയുന്നവരുണ്ടല്ലോ. സഹോദരാ, നിന്റെ ഭാര്യയുടെ ദുസ്വഭാവങ്ങൾ മാറണോ? നിന്റെ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ? എടാ ചെറുപ്പക്കാരാ, ഒരു നല്ല പെണ്ണിനെ വേണോ? എടാ, നല്ല പെണ്ണെന്ന് പറഞ്ഞ പണമുള്ളവളല്ല, സൗന്ദര്യമുള്ളവളല്ല, വലിയ കുടുംബത്തിലെ പെണ്ണല്ല. എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കള്, സൗന്ദര്യമുള്ള 100 പെണ്ണിനെ നിനക്ക് കിട്ടുമടാ. പണമുള്ള ഒരുപാട് പെണ്ണുങ്ങളെ നിനക്ക് കിട്ടുമടാ. വലിയ കുടുംബത്തിലെ ഒരുപാട് പെണ്ണുങ്ങളെ നിനക്ക് കിട്ടുമടാ. പക്ഷേ ദീനുള്ള ഒരുപാടെണ്ണത്തിനെ കിട്ടില്ലടാ ചെറുപ്പക്കാരാ. ഹൃദയത്തിന്റെ അകത്ത് സിനിമാ താരങ്ങളല്ല, പടച്ചവനെ സീരിയൽ താരങ്ങളല്ല, ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിനെ കൊണ്ടു നടക്കുന്ന പെണ്ണുങ്ങളെ കെട്ടണമടാ ചെറുപ്പക്കാരാ. നിറം നോക്കല്ലേ, പണം നോക്കല്ലേ മോനെ, കുടുംബ മഹിമ നോക്കല്ലേ. അല്ലാഹുവിനെ പേടിയുള്ള പെൺമക്കളെ കെട്ടിക്കോ. തൊലി വെളുത്തവളുടെ തൊലിയെ വെളുത്തിട്ടുള്ളൂ, ഹൃദയം കറുത്തതാ ചെറുപ്പക്കാരാ. പക്ഷേ തൊലി കറുത്തവളുടെ ഹൃദയം വെളുത്തതാടാ. വഞ്ചിക്കില്ലല്ലോ, ചതിക്കില്ലല്ലോ, നമ്മളെ നാണം കെടുത്തില്ലല്ലോ, നമ്മുടെ മക്കളെ പൊന്നുപോലെ നോക്കുമല്ലോ, നമ്മളെ ആദരിക്കുമല്ലോ, നമ്മളെ ബഹുമാനിക്കുമല്ലോ, നമുക്ക് താങ്ങും തണലുമാകുമല്ലോ, പടച്ചവന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമല്ലോ ചെറുപ്പക്കാരാ. അതുകൊണ്ട് സദക്ക ചെയ്യടാ മക്കള്. സദക്ക കൊടുക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം, 1, അല്ലാഹു അവന് ദുരന്തങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, മാരക രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തുകയാ. 2, അല്ലാഹു ദുർമരണങ്ങളിൽ നിന്നവനെ രക്ഷപ്പെടുത്തുകയാ. 3, സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു നല്ല ജീവിതം അല്ലാഹു കൊടുക്കുകയാ. മോനെ, രാവിലെ നിങ്ങളുടെ പള്ളിയുടെ മുമ്പിലൂടെ ബസ് പോകുമല്ലോ, കാറും ലോറിയും ഒക്കെ പോകുമല്ലോ. പടച്ചവനെ, വഞ്ചിയിലേക്ക് അവരൊരു ചെറിയ സദക്ക ഇട്ടിട്ട് പോകുന്നത് വെറുതെയല്ല. രാവിലെ റൂട്ട് തുടങ്ങുമ്പോ പടച്ചവനെ ഒരു ഹദിയ ഇട്ടിട്ട് പോകുന്നത് വെറുതെയല്ല. അവർക്കറിയാ കൊടുത്താ കിട്ടുമെന്ന്, സദക്ക കൊടുത്താൽ അല്ലാഹു തരുമെന്ന് ബസിന്റെ ഡ്രൈവർക്കറിയാ. ലോഡ് കൊണ്ടുപോകുന്ന ലോറിക്കാരനറിയാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. യാത്ര പോകുന്നവർക്കറിയാ, പരീക്ഷ എഴുതാൻ പോകുന്ന പെൺകുട്ടികൾ പൈസ ഇട്ടിട്ട് പോകുമ്പോ അവർക്കറിയാ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സദക്ക കൊടുത്താ അല്ലാഹു തരുന്ന 3ാമത്തെ പ്രതിഫലമാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ആയുസ് വർദ്ധിക്കും ചെറുപ്പക്കാരാ, നിന്റെ ആയുസ് വർദ്ധിക്കുമടാ പൊന്നുമോനെ.